ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമുക്ക് റംസാൻ മാസമാണ്. അപ്പം നമ്മളെല്ലാവരും നോമ്പെടുക്കും. പക്ഷെ നോമ്പെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 10 കിലോനെങ്കിൽ കുറയ്ക്കാൻ പറ്റും. കഴിയുന്നത് നിങ്ങൾ ശ്രമിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു 5-6 കിലോ മസ്റ്റായിട്ടും എന്തായാലും കുറയും. പിന്നെ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് എന്തായാലും 10 കിലോ വരെ കുറയും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ റംസാൻ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം രീതിയാണ് നമ്മൾ നോമ്പെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മെയിനായിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഡെയിലി 2-3 ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ റംസാൻ മാസം ചൂട് സമയത്ത് വരുന്നത് കൊണ്ട് നമ്മളതിൽ കൂടുതൽ കുടിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കഴിയുന്നതും 2-3 ലിറ്റർ കുടിക്കാൻ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അല്ലാതെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഡീഹൈഡ്രേഷൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപ്പ് അധികം കഴിക്കാതെ നോക്കണം കേട്ടോ. കാരണം നമുക്ക് ഡീഹൈഡ്രേഷൻ ആകുകയാണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഒരുപാട് ദാഹിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഡ്രൈ ആവാനൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ നോമ്പ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. എന്തായാലും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നല്ലോണം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ രാവിലെ അത്താഴത്തിന് കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇടിയപ്പം, ആപ്പം, പുട്ട് പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ പുളിച്ചിട്ടുള്ള ഭക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളയപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ, നമ്മൾ ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നെഞ്ചിരിച്ചിൽ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ദഹിക്കാനും അത് നമുക്ക് പെട്ടെന്ന് വിശപ്പ് കൂടുതലാക്കാനും പിന്നെ നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലുണ്ടാവും. നമ്മൾ കാലത്ത് കഴിക്കേണ്ട ഭക്ഷണം മെയിനായിട്ട് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക. അപ്പോൾ മുട്ടയുടെ വെള്ള കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 4 മുട്ടയുടെ വെള്ള കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പ്രോട്ടീൻ നന്നായി കിട്ടും കേട്ടോ. പിന്നെ അടുത്തായിട്ട് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് നമുക്ക് ചിക്കനിലാണ്. അതുപോലെ തന്നെ നമ്മൾ ബീഫ്, റെഡ് മീറ്റൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നത് ഒഴിവാക്കുക. അത് ഒട്ടും കഴിക്കാതെ നോക്കുക കേട്ടോ, എന്നാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തായിട്ട് നമുക്ക് യോഗട്ട്, അതുപോലെ കേടൊക്കെ, നമുക്ക് തൈരൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാലത്ത് കൂടുതലും കഴിക്കേണ്ടത്. പിന്നെ നട്ട്സ് കഴിക്കാം, ആൽമണ്ട് അല്ലെങ്കിൽ വാൾനട്ടൊക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ സാലഡ്, ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതും നമുക്ക് നല്ലതാണ്. നിങ്ങൾ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിയുന്നത് ഒഴിവാക്കുക. അപ്പോൾ ചോറ് പോലെയുള്ളവർ കഴിക്കുന്നത് നമുക്ക് മട്ടരി പോലുള്ള റൈസ് കഴിക്കാം, പക്ഷേ അത് ഒരുപാട് കഴിക്കരുത്. ചെറിയൊരു ബൗളിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പയറ് പുഴുങ്ങിയത്, അതുപോലെ പരിപ്പ്, കടല എന്നിവ ഒരു ബൗൾ മാത്രമായിട്ട് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അധികം പെട്ടെന്ന് വിശക്കില്ല. പിന്നെ അടുത്തതായിട്ട് നമുക്ക് റാഗി ദോശ കഴിക്കുക. അതുപോലെ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലും ചിയ സീഡ് ഇട്ട് കഴിക്കാൻ കൂടുതലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് അരമണിക്കൂർ വെച്ചിട്ട് നന്നായി കുതിർന്നതിന് ശേഷം നമുക്ക് രാവിലെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഹൈഡ്രേറ്റ് ചെയ്യാനും അതേപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ധാരാളം ഫൈബറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരുപാട് നല്ലതാണ് നമ്മൾ ചിയ സീഡ് ഇട്ടോട് കഴിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ കറി വെച്ച് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വറുത്തതും പൊരിച്ചതും കാര്യങ്ങളെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ നോമ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യായാമമൊക്കെ ചെയ്യരുത്, നമ്മൾ എപ്പോഴും റെസ്റ്റ് എടുക്കാൻ നോക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് തടി വെച്ച് വരുന്നത്. നമ്മൾ നോമ്പ് വയ്ക്കുകയാണെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം, അതുപോലെ വാമപ്പ് ചെയ്യണം, അതുപോലെ നടക്കാൻ പോകണം. അങ്ങനെ കിടന്നുറങ്ങരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മെറ്റബോളിക് ഡയറ്റ് കുറയുകയും അത് നമ്മുടെ ശരീരം വണ്ണം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും കേട്ടോ. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ നോമ്പ് സമയത്ത് എത്രത്തോളം നമ്മൾ വിശന്നിരുന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ തടി വയ്ക്കുന്നത് എന്ന് പലർക്കുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ളതാണ്, നമ്മൾ കഴിച്ചു കഴിഞ്ഞതും ഒരിക്കലും പോയി കിടക്കരുത്. നമ്മൾ ചെറിയ വ്യായാമം ചെയ്യാനും നടക്കാനും എല്ലാം ചെയ്യണം, എന്നാലേ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ജ്യൂസ് കുടിക്കുക എന്നുള്ളത് അല്ലേ. എന്നാൽ എല്ലാ ജ്യൂസും കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഏതൊക്കെ ജ്യൂസാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് നാരങ്ങ ജ്യൂസ്, അതുപോലെ മുന്തിരി, ഓറഞ്ച്, പൈനാപ്പിൾ, അതിനൊക്കെ ഒരുപാട് പുളിപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നെഞ്ഞെരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അത് ഒരുപാട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഈന്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കുക. അതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുക.
കുടിക്കുക. അതിന് ശേഷം മാത്രം നമുക്ക് ഇതുപോലുള്ള ജ്യൂസുകളൊക്കെ കുടിക്കാവുന്നതാണ്. പക്ഷെ കൂടുതലും നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാതെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ നോമ്പ് മാസത്തിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജ്യൂസിൽ ഒരിക്കലും പഞ്ചസാര ആഡ് ചെയ്യരുത്. ഹണി അല്ലെങ്കിൽ നേച്ചുറൽ ആയിട്ടുള്ള ഡേറ്റ്സിൻ്റെ സിറപ്പൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ. അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും ഒരുപാട് ഭക്ഷണം കഴിക്കാതെ നോക്കുക കേട്ടോ. നമുക്ക് പറ്റുന്ന ഒരു ബൗള് മാത്രം ഭക്ഷണം കഴിക്കുക. അതിന് ശേഷം നമുക്ക് പിന്നീട് വിശക്കുകയാണ് വെച്ചാൽ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ടതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കത് നമ്മുടെ ശരീരത്ത് ഒരുപാട് തടി വയ്ക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. അത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ബിരിയാണി പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ നോക്കുക. പിന്നെ അതുപോലെ നമ്മൾ കഞ്ഞി കഴിക്കുന്നതും പെട്ടെന്ന് ദഹിക്കാനും അതുപോലെ തന്നെ ശരീരത്തിലേക്ക് ഊർജ്ജം കയറാനും അതുപോലെ നമുക്ക് വണ്ണം വയ്ക്കാനും കൂടുതലും ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കഞ്ഞി പോലുള്ള ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കാൻ ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പള്ളിക്കഞ്ഞിയൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ നല്ലോണം ക്വാണ്ടിറ്റി കമ്മിയാക്കിയിട്ട് വളരെ കുറച്ച് മാത്രം കഴിക്കുക. ബദാം, വാൾനട്ട് പോലുള്ള നട്ട്സുകൾ കഴിക്കുക. പിന്നെ ചോറ് കഴിക്കാൻ നിർബന്ധമുള്ളവരാണെന്ന് വെച്ചാൽ റെഡ് റൈസ് മാത്രം കഴിക്കുക. പിന്നെ ഏത് ഭക്ഷണത്തിലാണെങ്കിലും നമ്മൾ തൈര് കൂട്ടി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തൈര് കൂട്ടി സാലഡ്, ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. വെയിറ്റ് ലോസിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ തൈര് കഴിക്കുന്നത്. അതുപോലെ ചിക്കൻ പോലുള്ളത് പൊരിച്ച് കഴിക്കാതെ നമ്മൾ കറി വെച്ച് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മൾ ജ്യൂസ് കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള വിറ്റാമിൻസ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ഗ്രീൻ ആപ്പിൾ, പേരയ്ക്ക, മാതളങ്ങ പോലുള്ളതൊക്കെ രാത്രി കഴിക്കാനും അതുപോലെ ചിയ സീഡ് ഇട്ട് ഭക്ഷണം പ്രത്യേകം നമ്മൾ കഴിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ രാത്രി നമുക്ക് പാല് അതുപോലെ തന്നെ തൈരെല്ലാം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ കൂടുതലായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ രാത്രി സമയത്ത് നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം. എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ട് നമുക്ക് നോമ്പ് മാസത്തിൽ ഒരുപാട് ടയേർഡായി പോണത്. നമ്മൾ മെയിനായിട്ട് രാത്രി 10 മണിക്ക് മുമ്പ് തന്നെ കിടക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച റിസൾട്ട് എല്ലാം നമുക്ക് ശരീരത്തിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് എല്ലാവരും വെള്ളം കുടിക്കുന്നതും അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക. അതേപോലെ നേരത്തെ കിടന്ന് ഉറങ്ങുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ വ്യായാമം ചെയ്യാനും നമ്മൾ ഒരിക്കലും മടിക്കരുത്. നമ്മൾ നോമ്പല്ലേ അത് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കിടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണോ വെച്ചാൽ നമുക്കത് നമ്മുടെ വിപരീത റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കേട്ട് നോക്കുക. അപ്പോൾ ഒന്നും മനസ്സിലാവാത്തവരാണെന്ന് വെച്ചാൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കേൾക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണം കൂടുതലും മുട്ടയുടെ വെള്ളയിലാണ്. അപ്പോൾ മുട്ടയുടെ വെള്ള നമ്മൾ പുഴുങ്ങിയിട്ട് തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദാല്, ചിക്കൻ, അതേപോലെ തന്നെ തൈര്, പിന്നെ അടുത്തതായിട്ട് നമുക്ക് പയറ് വർഗ്ഗങ്ങൾ, അതേപോലെ പരിപ്പ്, കടല, അതൊക്കെ എല്ലാം ഒരു ബൗൾ മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നട്ട്സ് കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആൽമണ്ട്, വാൾനട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഫ്രൂട്ട്സും സാലഡൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുക. അതിൽ ഒരുപാട് ഫൈബേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ ബനാന, ആപ്പിൾ, കുക്കുമ്പറൊക്കെ കൂടുതലും കഴിക്കാൻ നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഡെയിലി 2-3 ലിറ്റർ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയും വൈകുന്നേരവുമായിട്ട് കഴിയുന്നത്ര വെള്ളം കുടിക്കാൻ നോക്കുക. ഭക്ഷണത്തിൻ്റെ അളവ്, ക്വാണ്ടിറ്റി നന്നായി കുറയ്ക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ഒരു 5-6 കിലോനെങ്കിലും തീർച്ചയായും കുറയും. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ 10 കിലോ വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.